അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കും എന്ന് പറയുന്ന പോലെ, വേണമെങ്കിൽ നിങ്ങൾക്കത് മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നിരവധി ഉദാഹരണങ്ങളിൽ നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടയറായി, ഞാനും സീനിയർ സിറ്റിസണാണ്, 63 വയസ്സോളമായി. ഇപ്പൊ നമ്മൾ റിട്ടയർഡായി ഇപ്പൊ ഞാൻ രാവിലെ മുതൽ ആക്റ്റീവാണ്. എന്റെ സെന്റർ രാവിലെ 9 മണിക്ക് 10 മണിക്ക്, ഇപ്പോൾ 9 മണിക്ക് ഞാൻ രാവിലെ ജിമ്മിൽ പോകും, 1 മണിക്കൂർ ജിമ്മിൽ പോകും. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനേഷൻ പ്രകാരം ഒരു ഹാപ്പി ഹ്യൂമൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് പ്ലസ് മെന്റൽ ഹെൽത്ത് പ്ലസ് സ്പിരിച്വൽ ഹെൽത്ത്, ഈ മൂന്നും കൂടെ കൂട്ടിയതാണ് ഹാപ്പി ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒപ്പം തന്നെ സ്പിരിച്വൽ ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാറ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക മാത്രമല്ല സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കുക, അവരുടെ വികാരങ്ങൾ അറിയുക, അവരുമായിട്ട് എമ്പതൈസ് ചെയ്യുക, ആ ഒരു ലൈഫ് നമ്മൾ കൊണ്ടുപോകുന്നതിനെയാണ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സൈക്കോളജിയിൽ പറയുമ്പോൾ റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ് ഈസ് സ്പിരിച്വാലിറ്റി എന്നാണ് പറയുന്നത്. റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് പറയുക, പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ കുറിച്ച് എപ്പോഴും, ഈ മനസ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത് വളരെ സിമ്പിൾ ആണ് സംഭവം. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ മനസ്സിനെ 3ആയി ഡിവൈഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമല്ല. അല്ലാതെ മനസ്സ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. ഇറ്റ് ഇസ് നോട്ട് മെറ്റീരിയൽ. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ മനസ്സ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ മനസ്സിന്റെ കൈവിരലിലാണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓക്കെ. ഇത് നമ്മൾ പൊതുവെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയാണെന്നും നമ്മുടെ ഇവിടെയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ന്യൂറോൺസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് മൊത്തം ഇവിടെ ഇരുന്നാണ്. അപ്പൊ നമ്മളൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ഇവിടെയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരേ കണക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാത്യു റിക്കാർഡ് എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്ക്, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളും നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രങ്ങളും നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളുടെ ചിന്തകളെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിത്രങ്ങളാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളാക്കാം. മിത്രങ്ങളാക്കി മുമ്പോട്ട് പോയാൽ you can find the happiness in your life. ശത്രുക്കളായി മുമ്പോട്ട് പോയാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് സഫറിങ്സിലൂടെ മുമ്പോട്ട് പോകാം. ഇതാണ് മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ. അപ്പൊ എന്ത് വന്നാലും ശരി നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുക, മനസ്സിന്റെ പവറിനെ മനസ്സിലാക്കുക. ഇൻവെൻസ് പൊട്ടൻഷ്യലാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പോൾ സാധാരണ പറഞ്ഞ ഇവിടെ ഓരോ വ്യക്തിയും ജനിക്കുന്നത് രാജകുമാരനും രാജകുമാരിയുമായിട്ടാണ് എന്നാണ് എറിക് ബേൺ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവരെ പിന്നീട് തവളകളാക്കി മാറ്റുന്നത് നമ്മളടങ്ങുന്ന സമൂഹമാണ്, അല്ലെങ്കിൽ നമ്മളാണ് അവരെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഫോക്കസ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ അവർക്ക് ഞാൻ പൊതുവെ ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന വാക്കിന് ഞാൻ എതിരാണ്. ഇതുവരെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പറയുന്നതാണ് മോട്ടിവേഷണൽ സ്പീക്ക് അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീച്ച്, ഇൻസ്പിറേഷൻ. അങ്ങനെയൊന്നും ഇല്ല. കാരണം നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റില്ല. That is not possible. Because actually എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള മോട്ടിവേഷൻ ആണുള്ളത്. ഇന്റേണൽ മോട്ടിവേഷൻ ആൻഡ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഇപ്പൊ എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെല്ലാം കുറെ ഭയങ്കര മോട്ടിവേറ്റ് ആവും. മേ ബി വിത്തിൻ 1 day 2 day 3 days അതങ്ങ് ചത്തുപോവുകയും ചെയ്യും. പക്ഷേ ഇന്റേണൽ മോട്ടിവേഷൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈഫ് ലോങ് ആയിരിക്കും. അപ്പൊ ഇന്റേണൽ മോട്ടിവേഷൻ ആരാണ് കൊണ്ടുവരേണ്ടത്? ദാറ്റ് ഈസ് വിത്തിൻ യു. നിങ്ങളെയാണ് അത് തന്നെ. അതുകൊണ്ടാണ് പലപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നീണ്ടു പോവാത്തത്? ഇന്ന് ഈ 2025 മുതലാണ് ഞാൻ കുടി നിർത്തി വലിയ നിർത്തി ഒരാഴ്ച ഉണ്ടാവും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാലോ വീണ്ടും തിരിച്ചു വരും. കാരണം ഇത് ഇന്റേണൽ മോട്ടിവേഷൻ ഇല്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ അങ്ങനെ പറയുമ്പോൾ എന്റെ ഒരു ക്ലാസ്സിൽ ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. ചെന്നൈയിൽ നിന്ന് ഒരു വ്യക്തി എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഞാനിങ്ങനെ കുറെ അഡീക്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറേ എനിക്ക് ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ. കാരണം അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാണ്. അദ്ദേഹം ഒരു ദിവസം 6 പാക്കറ്റ് സിഗരറ്റ് ഒക്കെ വലിക്കുന്ന പറയുന്നത്, 6 സിഗരറ്റ് ചെയിൻ സ്മോക്കിംഗ്. അപ്പൊ പുള്ളി ഞാൻ പറഞ്ഞു എങ്ങനെ സാറേ ഇതൊന്ന് നിർത്തുക, എന്താണ് ഇതിനൊരു വഴി? അപ്പൊ ഞാൻ പറഞ്ഞു നിർത്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണം 1 ദിവസം കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത് കുറച്ച് കൊണ്ടാണ് നിർത്താം. ദാറ്റ് ഈസ് അപ് ടു യു.
എന്ന് വെറുതെ പറഞ്ഞ് നിർത്തി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാ സ്വഭാവം കിട്ടിയത്? അയ്യോ സാറേ, എൻ്റെ അച്ഛൻ പറഞ്ഞ ചെയിൻ സ്മോക്കറായിരുന്നു, അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ കഴിഞ്ഞു. ഞാൻ ആ ക്ലാസ് അങ്ങ് കഴിഞ്ഞു. ഏകദേശം ഒരു മാസം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഈ കക്ഷി അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞൊരു പകുതി കഴിയുമ്പോൾ ഗ്യാപ്പ് ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, സാറേ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് എത്ര ഓർമ്മ കിട്ടുന്നില്ല, ആരാണ്? ഞാൻ സാറിന്റെ കഴിഞ്ഞ മാസം ആ ക്ലാസ് ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അപ്പൊ ഞാൻ എന്തായിരുന്നു നിങ്ങളുടെ ഓക്കെ. അപ്പൊ ഞാൻ ചെറുത് പറ്റി. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞത്, സാറ് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ പറഞ്ഞു എന്താ അത്? ഞാൻ എൻ്റെ പുകവലി നിർത്തി പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു അത് ഭയങ്കര, എങ്ങനെ നിർത്തി നിങ്ങൾ? ഒന്നുമില്ല, സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് അന്ന് രാത്രി ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ നാളെ മുതൽ വലിക്കുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും റീബൗണ്ടിങ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ? ഒന്നും ഉണ്ടായില്ല. കുറച്ചുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ചോക്ലേറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് അതൊന്ന് ഇപ്പൊ അബ്സല്യൂട്ട്ലി ഓക്കെ. ഒരു സിഗരറ്റ് പോലും അദ്ദേഹം അതിനുശേഷം തൊട്ടിട്ടില്ല എന്നാ പറയാം. അപ്പൊ എവിടെയാണ് ആ മൈൻഡിന്റെ പവർ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എ ഡിസയർ cannot change anything, a decision can change something, a determination can change everything. നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിറ്റർമിനേഷൻ ആണ് നമുക്ക് ആവശ്യം. ഒരു ഡിറ്റർമിനേഷൻ. നമ്മൾ കുട്ടികളോടൊക്കെ ഞാൻ പ്രത്യേകം പറയാറ്, യു ഡിറ്റർമിൻ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അപ്പൊ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്റെ ലൈഫിൽ എന്ത് വേണം എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് സഫറൻസിലൂടെയും ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ, പല കാര്യം കൊണ്ടും. അപ്പൊ എനിക്ക് എന്ത് വേണം എന്ന വ്യക്തമായ ഒരു തീരുമാനത്തിലൂടെ എന്റെ ഫോക്കസ് എന്റെ പഠനത്തിലും എന്റെ കരിയറിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഒരു ഫെയിലിയർ, അങ്ങനെ ഫെയിലിയർ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ഫെയിലിയർ. പക്ഷേ എങ്കിലും ഞാൻ ആ ഫെയിലിയറിൽ പതറാതെ നമ്മൾ മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റി. ബിക്കോസ് ഐ നോ വാട്ട് ഐ ആം. എന്റെ മനസ്സ് എന്താണ് എന്ന് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ എത്രയോ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. 160ഓളം സെഷൻസ് എടുത്ത് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ പല മേഖലകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മളെ കുറിച്ച് അതുകൊണ്ട് തന്നെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വിശ്വസാഹിത്യകാരൻ ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, യുവർ മൈൻഡ് ഈസ് ലൈക്ക് എ വിൻഡോ ത്രൂ വിച്ച് യു ആർ സീയിങ് ദിസ് വേൾഡ് ആൻഡ് എൻജോയിങ് ദിസ് വേൾഡ്. സോ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ക്ലീൻ ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഷൈൻ ഫോർ എവർ. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ വൃത്തിയാക്കി അതിനെ എപ്പോഴും മിശ്രമാക്കി വെക്കേണ്ടത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ടോ മറ്റാരെയും പഴിചാരിയിട്ടോ കാര്യമില്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്? ജാക്ക് കാൻഫീൽഡിന്റെ 25 സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. പല ആൾക്കാരും ചിലപ്പോൾ വായിച്ചു കാണുമായിരിക്കും. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അതിൽ 25 സക്സസ് പ്രിൻസിപ്പിൾ ഉണ്ട്. ജാക്ക് കാൻഫീൽഡ് എന്ന് പറയുന്നത്. അതിൽ ഡൗൺലോഡബിൾ ആണ്, നെറ്റിൽ കിട്ടും. അതിൽ ആദ്യത്തെ നമ്പർ 1 പ്രിൻസിപ്പിൾ പറയുന്നത്, യു ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. അപ്പൊ അതിന് 3 കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഡോണ്ട് ബ്ലെയിം അതേഴ്സ് ഫോർ യുവർ ഫെയിലിയർ ഓർ ഫോൾട്ട്, ഡോണ്ട് ക്രിട്ടിസൈസ് ഫോർ യുവർ ഫെയിലിയർ ഓർ ഫോൾട്ട്, ആൻഡ് ഡോണ്ട് സേ ജസ്റ്റിഫിക്കേഷൻ ഫോർ യുവർ ഫെയിലിയർ ഓർ ഫോൾട്ട്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എല്ലാത്തിനും ജസ്റ്റിഫിക്കേഷൻ പറയും, അല്ലേ? എനിക്ക് മാർക്ക് കിട്ടാതെ ആ ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ പാരന്റ്സ് ആണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പൊ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനാണ് കൂടുതൽ വെപ്രാളപ്പെടുക. അതിന് പകരം നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അവിടെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളാണ് റെസ്പോൺസിബിൾ നിങ്ങളുടെ ലൈഫിന്റെ, അല്ലാതെ മറ്റാരുമല്ല. മറ്റവർക്ക് നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാം, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, ഫിസിക്കലി സപ്പോർട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഫൈൻ. അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ ശരിക്കും എനിക്ക് വേണ്ടത് എന്താണെന്നും അത് എങ്ങനെ കൊണ്ടുവരണമെന്നും അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്, യു ഷുഡ് ഹാവ് എ വിഷൻ ഓർ ഗോൾ ഇൻ യുവർ ലൈഫ് ആൻഡ് ഷുഡ് ഹാവ് ആൻ ആക്ഷൻ പ്ലാൻ, then you execute it, then you will get the success. 4 സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വിഷനോ ഗോളോ നമുക്ക് ഇല്ലെങ്കിൽ നമുക്കൊന്നും എവിടെ എത്താൻ പറ്റില്ല. അപ്പൊ ആ വിഷൻ മാത്രം പോരാ. അതുകൊണ്ടാണ് വിഷൻ ബോർഡ്. ചിലവരുണ്ട്, എൻ്റെ അടുത്ത് വരുന്ന കുറെ IT പ്രൊഫഷണൽസ് ഉണ്ട്. അവർ പറയും, സാറേ എൻ്റെ റൂമിൽ ഞാൻ മൊത്തം വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം. ഇതിന് ഞാൻ അതിനപ്പുറം എന്താ, വാട്ട് ഈസ് ആക്ഷൻ പ്ലാൻ? അതിപ്പോ രാവിലെ വലിയ അങ്ങനെ മടിയാണ്. അപ്പൊ ആക്ഷൻ പ്ലാൻ ഇല്ല. ആക്ഷൻ പ്ലാൻ ഇല്ലെങ്കിൽ വിഷൻ ഉണ്ടായതുകൊണ്ടോ ഗോൾ ഉണ്ടായതുകൊണ്ടോ യാതൊരു കാര്യമില്ല. ഇനി വിഷനും ആക്ഷൻ പ്ലാനും ഉണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ there is no use. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ആൾക്കാരും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിന് പഴിചാരുള്ളത്.
ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാന്നൊക്കെ പറയും അവർ. തനി മണ്ടത്തരമാണ് ആക്ച്വലി പറഞ്ഞത്, തനി മണ്ടത്തരമാണ്. കാരണം എന്നാൽ നിങ്ങൾക്ക് ആക്ഷൻ ഇല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. കസേരയിൽ ഇരുന്നിട്ട് എനിക്ക് അംബാനിയെ പോലെ ആവണമെന്ന് 100 പ്രാവശ്യം അഫർമേഷൻ എഴുതിയത് കൊണ്ട് അംബാനി ആവാൻ പോകുന്നില്ല. ബിക്കോസ് യു ആർ ടു വർക്ക് ലൈക്ക് അംബാനി. അപ്പൊ ആക്ഷൻ പ്ലാൻ അതാണ് വളരെ ഇമ്പോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സിൽ പറയാറുള്ളത്, പോസിറ്റീവ് തിങ്കിങ് വിൽ നോട്ട് വർക്ക് വിത്തൗട്ട് പോസിറ്റീവ് ആക്ഷൻ. ആക്ഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫിൽ. നമ്മൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകാനേ പറ്റൂ. അല്ലാതെ മനസ്സെല്ലാം തരും അല്ലെങ്കിൽ അവിടെ എല്ലാം കിട്ടും, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എല്ലാം തരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ ഒതുങ്ങിയിരിക്കുന്നതിനേക്കാളും യു ടേക്ക് യുവർ ആക്ഷൻ പ്ലാൻ. കാരണം അമ്പലത്തിൽ പോയാലും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നവരധികം അവിടെ പോയി ഇല്ല പരാതികൾ മൊത്തം പറയാൻ ചെയ്യുന്നു. ഭഗവാന്റെ മുമ്പിൽ കുറെ പരാതികളാണ് കഴിച്ചുകൂടുക, എല്ലാം പറഞ്ഞ് എനിക്കത് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് വേണം. ഇതിനെല്ലാം പകരം ഒരു 5 മിനിറ്റ് കണ്ണടച്ച് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ബ്ലെസ്സിങ്സിനെ കുറിച്ചൊന്ന് മെമ്മറൈസ് ചെയ്ത് അതിനൊരു താങ്ക് യു പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ ആക്സെപ്റ്റ് ഇറ്റ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കുഴപ്പമുണ്ട്. യുവർ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എ ഫെർട്ടൈൽ ലാൻഡ്. അവിടെ നിങ്ങൾ എന്ത് സീഡാണോ കൊടുക്കുന്നത് ആ സീഡ് മാത്രമേ പ്ലാന്റ് ആയിട്ട് വരൂ. നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. പോസിറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് എൻ്റെ കടം എങ്കിലും ഒന്ന് മാറ്റി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കടം കൂടി വരുന്നല്ലാതെ കടം കുറയാൻ പോകുന്നില്ല. ബിക്കോസ് യു ആർ ഗിവിംഗ് എ കടം എന്നുള്ള നെഗറ്റീവാണ് ഉള്ളിലോട്ട് ഫീഡ് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര അപാര സംഭവമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഈ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയി കൊടുത്തില്ലെങ്കിൽ, അതുകൊണ്ട് തന്നെ അഫർമേഷൻ തെറാപ്പി ഞാൻ എത്രയോ പേഷ്യൻസിന് ഒൺലി അഫർമേഷൻ തെറാപ്പി വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഫർമേഷൻ കൊടുക്കുന്ന വിധത്തിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ അത് സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ആവും നമ്മളെ. കാരണം എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിൽ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, കോൺഫ്ലിക്ട് നടക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം നിങ്ങൾ കൊടുക്കുമ്പോൾ അപ്പൊ കോൺഷ്യസ് മൈൻഡ് ഉടനെ പറയുമ്പോ വെറുതെ ചുമ്മാ പറയുന്നത് അയാൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ പോകുന്നില്ല. പക്ഷെ നേരെ പറഞ്ഞ് നിങ്ങൾ അതിന് വേണ്ടി ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുട്ടികളോടൊക്കെ ഞാൻ പറയാം, നിങ്ങൾ ഐ ആം കോൺഫിഡന്റ് അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൂടുവോ? നെവർ. കാരണം നിങ്ങൾ കോൺഫിഡന്റ് ആണ് എന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങൾ കോൺഫിഡൻസ് കാണിക്കണം. കുറച്ച് ഞാൻ കോൺഫിഡൻസ് തോന്നണം, ഓ ഐ ആം ഓക്കെ അല്ലെ, അങ്ങനെ വന്നാൽ മാത്രമേ അഫർമേഷൻ വർക്ക് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന അഫർമേഷൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റബിൾ ഒരു മെത്തേഡിലേക്ക് കൊടുക്കണം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ പവറിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കല്ല. അതുകൊണ്ടാണ് അൺലോക്ക് യുവർ മൈൻഡ് പവർ എന്ന് പറയുന്നത് പലപ്പോഴും. എന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ്. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ 3 തരം ഹാപ്പിനെസ് ആണ് പറയാം. സം ടൈം ഹാപ്പിനെസ്, വൺ ടൈം ഹാപ്പിനെസ്, ലൈഫ് ടൈം ഹാപ്പിനെസ്. ഓക്കെ, നമ്മൾ എപ്പോഴും എയിം ചെയ്യുന്ന എന്താണ്? ലൈഫ് ടൈം ഹാപ്പിനെസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഹാപ്പിനെസ് ഒക്കെ പറയും, വൺ ടൈം ആവാം, സം ടൈം ആവാം, ലൈഫ് ടൈം ഹാപ്പിനെസ്സിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ ലൈഫ് ടൈം ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ പോകുന്ന നമ്മുടെ ലൈഫ് ജേണിയിൽ എന്താണ് പ്രശ്നം വരുന്നത്? വൈ യു ആർ നോട്ട് ഗെറ്റിംഗ്? എന്താണ് ബ്ലോക്ക് വരുന്നത്? There are a lot of blocks in your mind. എന്താണ് മനസ്സിന്റെ അകത്ത് വരുന്ന ബ്ലോക്ക്? ഫിയർ, ഗിൽറ്റ്, ആങ്കർ, റിസെന്റ്മെന്റ്, ഡൗട്ട്, അഗ്രഷൻ, ഇതെല്ലാം മനസ്സിന്റെ അകത്തുള്ള ബ്ലോക്കുകളാണ്. മറ്റുള്ളവരുള്ള പക, മറ്റുള്ളവരുള്ള ദേഷ്യം, മറ്റുള്ളവരുടെ റിവഞ്ച്, ഇതൊക്കെ മനസ്സിൽ വെച്ച് അവിടെ സപ്രസ് ചെയ്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ജേർണി കിട്ടില്ല. അതുപോലെ പല തരത്തിലും ഫിയർ, പേടി ഫേസ് ചെയ്യാറില്ല. പലപ്പോഴും ഈ പേടി എന്ന് പറയുമ്പോൾ കോൺഫിഡൻസിനെതിരായിട്ടുണ്ട്. പേടി കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും എത്രയോ പേരുണ്ട് എൻ്റെ അടുത്ത്. എത്രയോ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ ഡൽഹിയിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ GM, ഐ തിങ്ക് ഈസ് ടോപ്പ് GM ഒരു വ്യക്തിയായിരുന്നു. പുള്ളി നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. കാരണം പുള്ളിക്ക് എന്താ പറഞ്ഞാൽ പുള്ളി ഒരു സുപ്രഭാതത്തിൽ ഞാൻ എബ്രോഡിൽ ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ വിളിച്ച സംസാരം ഒരു കൗൺസിലിംഗ് പോകണമായിരുന്നു. ഞാൻ പറഞ്ഞു തരാനോ എന്താ പ്രശ്നം? സാറേ എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു എന്താ പറയൂ? എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ല.
ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പുള്ളിക്ക് പറ്റില്ല, പേടി, ഭയങ്കര പേടി. പക്ഷെ ഇപ്പൊ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സാധാരണ നാട്ടിൽ അവരുടെയൊക്കെ മീറ്റിംഗിന് അദ്ദേഹം പിന്നെ ട്രെയിനിൽ ബുക്ക് ചെയ്തൊക്കെ പോകും. അദ്ദേഹത്തിന്റെ മകള് ജർമ്മനിയിലാണ്. അപ്പൊ മകൾക്ക് ഒരു കുട്ടിയുണ്ട്, ഒരു കൊച്ചുമോനുണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സാധാരണ വൈഫും മോനും കൂടിയാണ് പോകുന്നത്. പുള്ളിക്ക് ആകെ ഒരു ടെൻഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എന്താ ചെയ്യാപ്പോ? അല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് മാറണം. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അപ്പൊ നമ്മള് ഈ പേടി എന്ന് പറയുന്ന കാര്യത്തിനെ ഫേസ് ചെയ്യാനായിട്ട് സൈക്കോ തെറാപ്പിയില് എക്സ്പോസർ തെറാപ്പി എന്ന് പറയും. എക്സ്പോസർ തെറാപ്പി നമ്മൾ എക്സ്പോസ് ചെയ്യാം. അത് രണ്ട് തരത്തിൽ ചെയ്യും. ഒന്ന് നമ്മൾ ഇമാജിനേഷനിലൂടെ, ഹിപ്നോ തെറാപ്പിയിലൂടെ ചെയ്യും. ഒന്ന് നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വൈഫിലൂടെ, നമ്മുടെ വൈഫിലൂടെ ഒന്ന് വിളിക്കുന്നു, വൈഫിലൂടെ പിടിച്ച് അടുത്തിരുന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, സാർ ഒരു പിന്നെ ഫ്ലൈറ്റില് ഞാൻ വൈഫിനോട് നിങ്ങളൊരു 2 ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഡൽഹിയിൽ നിന്ന് ലക്നൌവിലേക്ക് ഒന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറഞ്ഞു. ജസ്റ്റ് ഷോർട്ട് ഡിസ്റ്റൻസ്, ഒരു 35-40 മിനിറ്റ്സ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും. ആദ്യം ഞാൻ അപ്പൊ വൈഫ് പറഞ്ഞു, സാറേ ശരി നോക്കാം. അപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ലക്നൌവിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു, ഒരു ഫ്ലൈറ്റ് യാത്ര. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ സാറേ ഒരു രക്ഷയില്ല, ഭയങ്കര പേടിയായിരുന്നു, ആകെ പ്രശ്നമായിരുന്നു, വേർത്ത് കുളിച്ച് നാശമായി ആകെ. വൈഫും പറഞ്ഞു, സാറേ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നോക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി എന്താ അടുത്ത പരിപാടി? അല്ലെ എന്നാലും എനിക്ക് ഇത് എങ്ങനെയൊക്കെ മാറണം. ഓക്കെ അത് മതി എനിക്ക്. അപ്പൊ ഞാൻ ശരി, ഡൽഹിയിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. കാരണം കാശുണ്ടല്ലോ, ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തിട്ട് കാശ് ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ ചെന്നൈയിലേക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ചെന്നൈയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു 2 പേരും. അപ്പൊ ഞാൻ വൈഫിനോട് വെറുതെ പറഞ്ഞു, ശ്രദ്ധിക്കണം, അടുത്തിരുന്നോളണം, കൈ പിടിച്ചോളണം, പുള്ളിയെ ശ്രദ്ധിച്ചോണ്ട് വെറുതെ വിട്ടേക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല സാറേ, കുറച്ചൊക്കെ ഒരു ധൈര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഗുഡ്. അപ്പൊ നമുക്ക് ജർമ്മനി പോയിക്കൂടെ? അയ്യോ അത് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ ഒരു ശരിയൊരു കാര്യം ചെയ്യും, എന്നാ പിന്നെ ശരി അടുത്ത ടിക്കറ്റ് ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് ഒന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, സാറേ ഇനി എന്താ അടുത്ത എന്താ? അപ്പൊ പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഒരു കൈ നോക്കാം സാറേ, ജർമ്മനിയിലേക്ക് പോവാം. വെരി ഗുഡ്. അപ്പൊ വൈഫും മോനും അദ്ദേഹം കൂടെ ജർമ്മനിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി ഡൽഹിയിൽ ലാൻഡ് ചെയ്ത് അതിന് ശേഷം പുള്ളി എന്നെ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, സാറേ സക്സസ് ആയിരുന്നു പറഞ്ഞു. ഗുഡ്, വെരി ഗുഡ്. അപ്പോ എന്താണ് സംഭവം? അപ്പൊ എക്സ്പോസ് ചെയ്തു നമ്മൾ. അതിനെ എക്സ്പോസ് ചെയ്യാൻ ആ ഫിയറിനെ മാറ്റി കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ പേടി കംപ്ലീറ്റ് മാറി കിട്ടി. നമ്മൾക്ക് എല്ലായിടത്തും ലിഫ്റ്റിൽ കയറാൻ പേടിയോ, എസ്കലേറ്ററിൽ കയറാൻ പേടിയല്ലേ പറയുന്നത്. നിങ്ങൾക്കറിയാം, എസ്കലേറ്ററിൽ കയറാൻ പേടിയോ? എൻ്റെ അടുത്ത് കുറെ കേസ് ഉണ്ട് ബാംഗ്ലൂർ. അപ്പൊ ഞാൻ അവരെ എന്ത് ചെയ്യുന്ന ഫാമിലി അടക്കം ഞാൻ പറയും, നിങ്ങൾ മാളിലേക്ക് പോവാം, എന്നിട്ട് കൈ പിടിച്ചിട്ട് എസ്കലേറ്ററിൽ മല്ല ഒന്ന് കയറ്റി വിടും കുറച്ച്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം കയറി വരുമ്പോൾ പിന്നെ വളരെ സുന്ദരമായിട്ട് ചാടി കയറാനുള്ള ധൈര്യത്തിലേക്കാണ്. നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. കാരണം എന്താണ്, നമ്മുടെ മനസ്സിന് ബ്ലോക്ക് മാറണമെങ്കിൽ. ഇപ്പൊ ഞാൻ മെയിനാണ് കഴിഞ്ഞ എൻ്റെ ഒരു ഹിപ്നോതെറാപ്പി കോഴ്സ് ഇന്റർനാഷണൽ ഹിപ്നോസിസ് അസോസിയേഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ക്ലിനിക്കൽ. അപ്പോൾ ഞാൻ എൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാരണാസിയിൽ നിന്നുള്ള ഒരു ലേഡി, ഒരു സൈക്കോളജിസ്റ്റ് തന്നെയാണ്, അവൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സാറേ എനിക്കൊരു ഫോബിയ ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താണ്? സ്നേക്കിന്റെ ഫോബിയ. കുറെ പേർക്ക് ഉണ്ടാവും സ്നേക്കിന്റെ ഫോബിയ. ഞാൻ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ചെയ്യാം, നോക്കാം, നമുക്ക് ചെറിയൊരു സെഷൻ ചെയ്തു നോക്കാം, എന്തെങ്കിലും പറ്റുന്നത് നോക്കാം. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഹിപ്നോതെറാപ്പിയിലൂടെ സ്നേക്കിന്റെ ഫോബിയ മാറ്റാനുള്ള ഒരു തെറാപ്പി കൊടുത്തിട്ട്, അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറൊരു സെഷൻ നടന്നപ്പോൾ അതിലും ആ കുട്ടി ജോയിൻ ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ എന്റെ ഫോബിയ 50% കുറഞ്ഞു എന്ന് പറഞ്ഞു. 50%. ഞാൻ പറഞ്ഞു 2-3 പ്രാവശ്യം ചെയ്യണം എന്നാലേ പറ്റൂ. അപ്പൊ 50% അത് ഓൺലൈനിൽ. അപ്പൊ നമ്മളിത് മാറാനായിട്ട് എപ്പോഴും നമുക്ക് പേടിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ചാലഞ്ച് ചെയ്യണമെന്ന് പറയുന്നത്. പലപ്പോഴും ഒരുപാട് കേസ് അങ്ങനെയുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് എത്രയോ കേസുകൾ, പൂച്ചയെ പേടിയില്ലാതെ. എൻ്റെ അടുത്ത് ഒരു മുസ്ലിം ലേഡി വന്നിരുന്നു, എപ്പോ പർദ്ദയില്ലാത്ത പൂച്ചയുണ്ടെന്ന് പേടിയാ, നടക്കാൻ പറ്റുന്നില്ല, കിച്ചണിലൊക്കെ. ഇവര് ഭയങ്കര പേടി. ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി അസോസിയേഷനിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, അത് ക്ലാസ് കഴിച്ചപ്പോ ഈ സ്ത്രീ മെല്ലെ വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറേ എനിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം? എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു അറിയില്ല മാഡം, നോക്കട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് വരും ഒരു ദിവസം. അപ്പൊ എൻ്റെ പുള്ളിക്കാരത്തി വന്നു.
വളരെ യങ് ലേഡിയാണ്. അപ്പൊ വന്ന് ഞാൻ ഒരു സെഷനൊക്കെ കൊടുത്തു. ഞാനിങ്ങനെ അപ്പൊ അവിടെ എനിക്ക് പൂച്ചയെ കൊണ്ടൊന്ന് പിടിച്ചിട്ട് അവരെടുത്ത് കൊടുക്കാനൊന്നും നമുക്ക് പ്രൊവിഷൻ ഇല്ല. അപ്പൊ ഞാൻ ഇമാജിനേഷനിലൂടെ വിഷ്വലൈസേഷനിലൂടെ അവർക്ക് ആ ഒരു തെറാപ്പി എന്ന് ഒരു 2 പ്രാവശ്യം ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അവരുടെ പൂച്ചയുള്ള പേടിയൊക്കെ അതുകൊണ്ട് അങ്ങ് മാറിക്കിട്ടെ. അപ്പൊ മനസ്സ് ഓപ്പണായി, മൈൻഡ് ഓപ്പണായി. അപ്പൊ മൈൻഡ് ഓപ്പൺ, ഈ ഫിയർ, അതുപോലെ ആങ്കർ, അഗ്രഷൻ, റിവെഞ്ച്, ഇതൊക്കെ നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് അത് നമ്മുടെ മനസ്സിന്റെ അകത്ത് അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ അതിന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യണം. എന്തിനാണ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സോഫ്റ്റ്വെയർ, നിങ്ങളുടെ കമ്പ്യൂട്ടർ പഴയ സോഫ്റ്റ്വെയർ വേർഷൻ മാറുമ്പോൾ നിങ്ങൾ ഉടനെ പുതിയ സോഫ്റ്റ്വെയർ അതിൻ്റെ അകത്ത് ഇടും, ഇല്ലേ? നിങ്ങൾ അതിനെ മാറ്റും, എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ റിപ്പയർ ചെയ്യും. ഇതും ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്, ഇതും ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഇതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് റിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള മൈൻഡ് റീപ്രോഗ്രാമിംഗ് തെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഇത്തരം ബ്ലോക്കുകൾ മാറ്റിയെടുക്കാം. അതിന് നിരവധി തെറാപ്പികളുണ്ട്, ഒരുപാട് ടെക്നിക്കുകളുണ്ട് അതിൽ. ഇപ്പൊ നിങ്ങളുടെ സിമ്പിൾ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് ടെക്നിക്കുകളിലൂടെ നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളതിനെ മനസ്സിലെത്തി നമ്മൾ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കൊണ്ടുവരണം. ഇതെനിക്ക് മാറണം. അപ്പൊ കൗൺസിലിംഗ് എന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ പൂർണ്ണമായും 100% ഓക്കെ ആയിട്ടാണോ എൻ്റെ അടുത്ത് വരുന്നത്? നിങ്ങൾക്ക് ഇത് മാറണം എന്നുണ്ടോ? ഇല്ലേ? ഇപ്പൊ ഫാമിലി വരുന്നുണ്ട് എൻ്റെ അടുത്ത്, ഇഷ്ടം പോലെ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, ഇഷ്ടം പോലെ. ഇപ്പൊ എന്റെ സെന്ററിൽ 18ഓളം ഫാമിലി കേസിംഗ് സെന്ററിലുണ്ട്. അതുപോലെ കാനഡയിൽ നിന്ന് 3 കേസുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് 2 കേസുണ്ട്, UK നിന്ന് 3 കേസുണ്ട്, മിഡിൽ ഈസ്റ്റിലെ എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രീസും എൻ്റെ അടുത്ത് കേസുണ്ട്. ഫാമിലി കേസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, എസ്പെഷ്യലി യങ് കപ്പിൾസ്, ചെറുപ്പക്കാരായ കുട്ടികൾ. കാരണം അവിടെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ പറയുക, ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മടി. പക്ഷെ എന്നാൽ ഈ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മടി എന്ന് പറയുമ്പോൾ അതിന് 50% കാരണക്കാര് രക്ഷിതാക്കളാണ്. അപ്പൊ പാരന്റിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നതും പാരന്റിങ്ങിനെ കുറിച്ചാണ്. കാരണം എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് വരുന്നതും പാരന്റിങ്ങിന്റെ ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പാരന്റിങ്ങിലൂടെ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് അവർക്ക് ആവശ്യമുള്ള കോൺഫിഡൻസും ഇമോഷണൽ ഇന്റലിജൻസും ഒക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന യൂണിവേഴ്സൊക്കെ പോയി അവിടെയൊക്കെ തന്നെ കോമ്പറ്റീഷൻ ആണ്. എൻ്റെ മകള് അല്ലെങ്കിൽ മകൻ ടോപ്പിൽ എത്തണമെന്നില്ല, കോമ്പറ്റീഷൻ. ഒരു ഫെയിലിയർ വന്നാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ എന്താ പറയാ, പ്രണയം നിരസിക്കുമ്പോൾ ഉടനെ ആസിഡ് ബൾബ് അല്ലെങ്കിൽ ഉടനെ കത്തി വെക്കുക. എന്തുകൊണ്ടാണ്? ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രശ്നമാണത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ വൈകാരിക ബുദ്ധി. അപ്പൊ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസും IQ, 2 തരം മൈൻഡിന്റെ കുറെ ഇന്റലിജൻസ് കോഷ്യന്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IQ ആൻഡ് EQ എന്നാണ് പറയാം. EQ, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്ന് പറയുന്ന ഡാനിയൽ ഗോൾഡ്മാൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിന്റെ സക്സസ് സാധ്യമാവുന്നത് 80% ത്രൂ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് നോട്ട് ത്രൂ IQ. IQ-ലല്ല, IQ സെക്കൻഡറി. ഇന്റലിജൻസ് കോഷ്യന്റ് നിങ്ങൾ തലയിൽ വെച്ച് നടന്നുകൊണ്ടൊന്നും വലിയ കാര്യമില്ല if you are not having emotional intelligence. അപ്പൊ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എവിടെ നിന്ന് വരുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഈസ് ദി ഫസ്റ്റ് സ്കൂൾ. ഫാമിലിയിൽ നിന്നാണ് വരേണ്ടത്. നിങ്ങളുടെ കൊച്ചുമക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ഇമോഷണൽ ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നിങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് മദർ തെരേസ പറഞ്ഞിരിക്കുന്നത്, ലവ് സ്റ്റാർട്ട് അറ്റ് യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലാണ് സ്നേഹം തുടങ്ങേണ്ടത്. നിങ്ങൾ തമ്മിൽ നിരന്തരം കോൺഫ്ലിക്റ്റ് ആവുകയും നിരന്തരം വഴക്കടിക്കുകയും ചെയ്ത ഒരു അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഒരു കുട്ടി അവൻ പിന്നീട് ഒരു എക്സ്ട്രീമിസ്റ്റ് ആവുന്നതിലോ അല്ലെങ്കിൽ അവൻ പിന്നീട് ഒരു വയലൻസിലേക്ക് പോകുന്നതിലോ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ അവന് കൊടുക്കേണ്ട പീസ്ഫുൾ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഇമോഷൻ ഇത് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ അവർ ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. പലപ്പോഴും സൈക്കോളജിക്കൽ ഇഷ്യൂ തന്നെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. പല കേസുകൾ നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ ഒരുപാട് കേസുകൾ. അപ്പൊ ഇതെല്ലാം അവർക്ക് ആ സഹിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനുള്ള, ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തളർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാറുണ്ട്, തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം നിരവധി തവണ ഫെയിലിയർ ആയിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം ഫെയിലിയർ ആകുമ്പോഴും അദ്ദേഹം പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഞാൻ പോയാൽ എനിക്ക് റിസൾട്ട് കിട്ടില്ല.
means a new experience. Each failure will bring you a new experience. ആ എക്സ്പീരിയൻസ് എടുക്കാൻ നമ്മൾ പഠിക്കണം. ഒരു ഫെയിലിയർ, എന്റെയൊക്കെ ലൈഫിൽ ഞാൻ പല സമയത്തും ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്കത് മറ്റു തരത്തിലേക്ക് പോകാം. ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസിലൂടെ നേരിട്ടുകൂടെ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ കുടുംബ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിന്റെ 50% കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പാരന്റ്സ്. 50 ഞാൻ പറയുന്നത് 50 അല്ല, അതിൽ മേലെയുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ പാരന്റ്സിന്റെ പല പ്രശ്നങ്ങളും അതിനകത്ത് വരുന്നത്. കാരണം നമ്മൾ അറിയാതെ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ സൈക്കോളജിസ്റ്റ് ലോറൻസ് സ്റ്റീൽബർഗ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പാരന്റിങ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ് ആൻഡ് 100% പാരന്റിങ് ഡസന്റ് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു കോംപ്ലക്സ് പ്രോസസ്സ് തന്നെയാണ് ശരിക്കും പാരന്റിങ് എന്ന് പറയുന്നത്. വളരെ കോംപ്ലക്സ് ആണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അതിൽ കുറേയൊക്കെ നമ്മൾ പ്ലസും മൈനസും നമ്മൾ വിട്ട് കളയണം. അപ്പൊ ഈ പാരന്റിങ്ങിൽ നമ്മൾ പ്രോപ്പറായിട്ട് കുട്ടികളുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവരുടെ അടുത്ത് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നീട് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എത്രയോ 29, 28 അല്ലെങ്കിൽ 30, 34 ഒക്കെ വയസ്സുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് അവരുടെ പഴയ കാലങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം എവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചൈൽഡ്ഹുഡ് എന്നാണ്. അപ്പൊ ഈ ചൈൽഡ്ഹുഡിന്റെ ട്രോമ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതല്ല, മനസ്സിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന ട്രോമ എന്ന് പറഞ്ഞാൽ അത് വളരെ, ഇപ്പൊ എനിക്കിപ്പോ ഒരു ക്ലയന്റ് ഉണ്ട്, ഒരു പയ്യനുണ്ട്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പയ്യൻ. അവര് ഒരുവിധം എനിക്കൊന്ന് ബാംഗ്ലൂരിലെ എല്ലാ കൗൺസിലേഴ്സിനെയും കണ്ടു കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പൊ അവന്റെ അമ്മ ഒരു ടീച്ചറാണ്. അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യമാണ് എന്റെ പ്രൊഫൈൽ കണ്ട് സാറെ എന്നെ വിളിച്ചോളൂ, സാറെ ഒന്ന് കാണണം, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. ഭയങ്കര പ്രശ്നമാണത്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം വന്നു. ഞാൻ അന്ന് കുറച്ച് അവനിപ്പോ എന്റെ മൊബൈലിൽ ദിവസം അവനിങ്ങനെ ഒരു ഇത്രയും മെസ്സേജ് കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഒന്നും റിപ്ലൈ ചെയ്യാറില്ല. അവന്റെ സ്വഭാവം അതാണ്. ഞാൻ എന്താ ആ മെസ്സേജ് മൊത്തം ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അവന്റെ മൈൻഡിന്റെ പ്രശ്നം എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്കത് മനസ്സിലാക്കാം. ഞാൻ അതുകൊണ്ട് റിജക്ട് ചെയ്യുന്നില്ല. ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ ക്ലയന്റിനും ഭയങ്കര സപ്പോർട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഏത് സമയത്തും എന്നെ വിളിച്ചോ, ഏത് സമയത്തും എന്നോട് സംസാരിക്കുന്നൊക്കെ ഞാൻ അത് അറ്റൻഡ് ചെയ്യാറുണ്ട് ബേസിക്കലി. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു അടുത്ത സെഷൻ, നെക്സ്റ്റ് സെഷൻ വി വിൽ അറ്റൻഡ് ഇറ്റ് എന്നാണ് ഞാൻ ഇങ്ങനെ. അപ്പൊ ഭയങ്കര മേജർ പ്രശ്നമാണ്. അതിലിപ്പോ സൈക്യാട്രി മെഡിസിന്റെ സഹായം കൂടി വേണ്ടി വരുന്ന ഒരു കേസാണത്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന പല കേസുകളിലും ഞാൻ സൈക്യാട്രിസ്റ്റിന് റെഫർ ചെയ്യാറുണ്ട്. പല സൈക്യാട്രിസ്റ്റും എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളെ മെന്റൽ ഡിസീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റാണ് കൂടുതൽ പറ്റുക. ഇപ്പോൾ ഒരു ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ എക്സ്ട്രീം ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സൈക്യാട്രി മെഡിസിനും വേണം, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് തെറാപ്പിയും വേണം. കാരണം മൈൻഡിലേക്ക് വന്നിരിക്കുന്ന മുറിവ് എന്ന് പറയുന്നത്, ആ വൂണ്ട് ഉണക്കാൻ ഇന്നേ വരെ ഒരു സൈക്യാട്രി മെഡിസിനും കണ്ടുപിടിച്ചിട്ടില്ല. സൈക്യാട്രി മെഡിസിൻ കൊണ്ട് അതിനോട് കൂടെ സൈക്യാട്രി മെഡിസിൻ നിങ്ങൾക്ക് തരുന്നത് എന്താണ്? ഹോർമോണിന്റെ സപ്ലിമെന്റ് ആണ്. സെറട്ടോണിൻ സപ്ലിമെന്റ്, ഓക്സിറ്റോസിൻ സപ്ലിമെന്റ്, ഡോപ്പമിൻ സപ്ലിമെന്റ്, ഗാബ സപ്ലിമെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രഷർ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ടെമ്പററി റിലീഫ് ആയിട്ട് നമുക്ക് പറ്റും. പക്ഷെ നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള ഹോർമോൺസിന്റെ ബാലൻസും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന മുറിവും ഉണക്കിയെടുക്കേണ്ടത് തെറാപ്പിയിലൂടെയാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഒരു MBA കാര്യം, ഒരു 10-24 വയസ്സുള്ള ഒരു കുട്ടി, ഒരു കന്നഡ ലേഡിയാണ്. അവർ എൻ്റെ അടുത്ത് ഏകദേശം 6 സെഷൻ എൻ്റെ അടുത്ത് എടുത്തു. അവർ 6 വർഷമായിട്ട് ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് 5 തരം സൈക്യാട്രി ഗുളിക കഴിക്കുന്ന ആളാണ്. 5 തരം. ഓക്കെ, വളരെ ഹെവി ഡോസിലാണ് കഴിക്കുന്നത്. എൻ്റെ അടുത്ത് അവരും ഒരുവിധം ബാംഗ്ലൂരിൽ എല്ലാ കൗൺസിലിംഗ് സെന്ററിലും പോയി അവസാനം എൻ്റെ പ്രൊഫൈൽ കൊണ്ട് അമ്മയും മോളും ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു അവരുടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷനിൽ നിന്ന് വന്നു. അപ്പൊ ആദ്യത്തെ സെഷനിൽ തന്നെ എനിക്ക് മനസ്സിലായി അവളുടെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ തുടങ്ങിയിരിക്കുന്നത് ഷീ ഹാസ് 2-3 ഫിസിക്കൽ അബ്യൂസ് ഇൻ ദി ചൈൽഡ്ഹുഡ്. ഇത് ഒരിക്കലും ഇന്നേ വരെ ഒരു ഡോക്ടറും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ ഫിസിക്കൽ അബ്യൂസിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു മുറിവ് അത് ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഫിസിക്കൽ അബ്യൂസ് വന്നിരിക്കുന്ന ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് എന്നായതുകൊണ്ട് അതിന്റെ ഇന്റൻസിറ്റിയും കൂടുതലാണ്. അപ്പൊ അത് എടുത്ത് ഓരോന്ന് എടുത്ത് ഞാൻ മെല്ലെ ഓരോ തെറാപ്പിയൊക്കെ ചെയ്ത് അതിലൂടെ പോയി അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വരുമ്പോൾ ഒരു 3 സെഷൻ കഴിയുമ്പോൾ അവള് വീണ്ടും മണിപ്പാലിൽ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് നിർത്തരുത്,
യു ഷുഡ് കണ്ടിന്യൂ യുവർ മെഡിസിൻ, ഡോണ്ട് സ്റ്റോപ്പ് യുവർ മെഡിസിൻ എന്ന് പറഞ്ഞ് അവളെ വീണ്ടും മണിപ്പാലിൽ പോയി. അപ്പൊ അവരെ പറഞ്ഞു, ഓ യു ഇംപ്രൂവ്ഡ് എ ലോട്ട് എന്ന് പറഞ്ഞ് അവർ 5 തരം ഗുളികയിൽ നിന്ന് 3 തരം ഗുളികയായിട്ട് മാറ്റി ഡോസ് കുറച്ചു എന്ന് എന്നോട് പറഞ്ഞു. ഇതെല്ലാം എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ആണ്. ഞാൻ പറഞ്ഞു യു ഡോണ്ട് സ്റ്റോപ്പ്. വീണ്ടും വന്നു. അങ്ങനെ ഒരു 6 സെഷൻ കൊടുത്തതിന് ശേഷമാണ് ആ കുട്ടിക്ക് മനസ്സൊന്ന് ക്ലിയർ ചെയ്ത് വന്നത്. അതിനുശേഷം അവൾ BBA പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ അടുത്ത് MBA അഡ്മിഷൻ എടുത്തു. MBA പഠിക്കും. ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. അപ്പൊ മനസ്സിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മുറിവ് ഉണക്കാതെ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് യാതൊരു, അതാണ് നമ്മുടെ മനസ്സ്. ഈ മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ ട്രോമ എന്ന് പറയുന്നത് അത് ചിലവർക്ക്, ഇപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, എല്ലാവർക്കും എന്താ ഈ പ്രശ്നമില്ലാത്തത് അല്ലെ? എല്ലാവർക്കും ഇത് ചില വ്യക്തികൾക്ക് അത് മാനേജ് ഓവർകം ചെയ്യാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അവർ പല കാര്യങ്ങളും, ചിലവർക്ക് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ എൻ്റെ അടുത്ത് കൗൺസിലിംഗിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കൗൺസിലിംഗ് സെഷൻ 1 മണിക്കൂർ, ഞാൻ ചിലപ്പോൾ 1.5 മണിക്കൂർ വരെയൊക്കെ കൊടുക്കാറുണ്ട്. ആദ്യത്തെ 1/2 മണിക്കൂർ മൊത്തം കരച്ചിലായിരിക്കും. ഒരു ബോക്സ് ടിഷ്യൂ കംപ്ലീറ്റ് തീരും. ഞാൻ ടിഷ്യൂവിന്റെ വലിയ ബണ്ടിലാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ഓഫീസിൽ അല്ലേ. അപ്പൊ ആ ആദ്യത്തെ 1/2 മണിക്കൂർ മൊത്തം കരച്ചില്ല. ഞാൻ ഒന്നും പറയില്ല, ഞാൻ എന്തെങ്കിലും അടങ്ങിയിരിക്കും. കരയാൻ ഞാൻ സമ്മതിക്കും. യു ജസ്റ്റ് ബി ഗോ. കാരണം നിങ്ങളുടെ ഇമോഷൻ റെന്റ് ഔട്ട് ചെയ്ത് പോട്ടെ. കാര്യം അത് ചിലത് വളരെ അഗ്രസീവ് ആവും, ചിലത് ഭയങ്കര സിവിയർ ആവും, പാനിക് ആവും, ഭയങ്കര നിലവിളിയൊക്കെ ആവും. പക്ഷെ ഞാനൊന്നും അനുഭവില്ല. ഞാൻ വളരെ കൂളായിട്ട് ഞാനിങ്ങനെ ഇരിക്കും. ഞാൻ ഒന്നും പറയില്ല, കരയില്ലാന്നും പറയില്ല, കരയണ്ടെന്ന് പറയില്ല, ഒന്നും പറയില്ല. എല്ലാം കേട്ടിങ്ങനെ ഇരിക്കും. അവസാനം ഒന്ന് ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇടക്കൊന്നൊക്കെ റിലാക്സ് എന്ന് പറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം അവർ നല്ലൊരു ദീർഘശ്വാസം എടുത്ത് വരുമ്പോൾ അവർക്ക് നല്ല റിലീഫ് വരും. അപ്പൊ എന്നോട് പറയും, ഡോക്ടറെ ഒരു പകുതി സമാധാനം കിട്ടി. പകുതി സമാധാനം കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ഇത് ട്രീറ്റ്മെന്റും കാര്യങ്ങളും തുടങ്ങും. അപ്പൊ ഇത് വെന്റ് ഔട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കരയുമ്പോ കരയണമെങ്കിൽ കരയില്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇമോഷൻ നിങ്ങൾ സപ്രസ് ചെയ്യാതെ അത് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. ബട്ട് അൺഹെൽത്തി എക്സ്പ്രഷൻ ആവരുത്, ഹെൽത്തി എക്സ്പ്രഷൻ ആവണം. ആങ്കർനെസ്. ഇന്നലെ ഞാൻ ഒരു PDS സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് ഞാൻ ഒരു ഓൺലൈനിൽ ഫോണിലൂടെ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിക്കുകയായിരുന്നു. എന്തോ ഹോസ്റ്റലിൽ എന്തോ പ്രശ്നം വന്നു, ഭയങ്കര പ്രശ്നമായി, ഭയങ്കര കരച്ചിലും ബഹളം. അപ്പൊ അമ്മ എന്നെ വിളിച്ചു, സാറേ എനിക്ക് ആകെ പ്രശ്നമാണ്. ഞാൻ ഒരു കുഴപ്പമില്ല, നോക്കുള്ളൂ, ഞാൻ അവളോട് സംസാരിക്കട്ടെ. അപ്പൊ ഇന്നലെ ഞാൻ അവളോട് ഒരു 3/4 മണിക്കൂർ സംസാരിച്ചു. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര ഇമോഷണലാണ്, വളരെ ഇമോഷണൽ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. കാരണം ഇത് എനിക്ക് ദേഷ്യം വരുന്നു, എന്റെ സ്വഭാവം മാറുന്നു, ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ഇമോഷൻ അനുസരിച്ച് നിങ്ങളുടെ ബിഹേവിയർ മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. അതിന് നമ്മൾ അത്ര ബോധറേഷൻ കൊടുക്കേണ്ട. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഹെൽത്തി വേയിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇമോഷൻസ് ആർ ടു എക്സ്പ്രസ്, നോട്ട് ടു സപ്രസ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? പുരുഷന്മാർ കരയാൻ പാടില്ല. പുരുഷന്മാർ കരഞ്ഞാൽ അയ്യോ പുരുഷനൊക്കെ ഇത്ര ഇതായിട്ട് കരയുന്നു. ആരാ ഈ നിയമം ഉണ്ടാക്കിയത്? ഹൂ മേഡ് ദിസ് ലോ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് കരയണമെങ്കിൽ നിങ്ങൾ കരഞ്ഞോളുക. നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ, നിങ്ങൾ മനസ്സ് ഫ്രീ ആവണമെങ്കിൽ, മനസ്സ് എക്സ്പ്രസ് ആവണമെങ്കിൽ, whatever emotions you are keeping inside, you should express it. ഹെൽത്തി മാനറിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഇന്റർനാഷണൽ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഈ സൂയിസൈഡിനെ കുറിച്ച് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ 3 പാനലിൽ ഒരു MBBS ഒരു MD ഡോക്ടറും ഒന്ന് ഞാനും പിന്നെ വേറെ അവർ 3 പേരായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പൊ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്കൊരു 10-15 മിനിറ്റോളം ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇന്റർനാഷണൽ സർവേ, അപ്പൊ എന്നോട് അതിന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാർ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്, സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് കുറവ്? ഇന്റർനാഷണൽ സർവേ ആണ് കേട്ടോ. ഇന്റർനാഷണൽ സർവേയിൽ സാധാരണ ആത്മഹത്യ നിരക്ക് പുരുഷന്മാരിലാണ് കൂടുതൽ, സ്ത്രീകളിലല്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു സർവേ ഉണ്ട്. അതിൻ്റെ എനിക്കറിയാം, ഞാൻ ഒരുപാട് വായിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ. അപ്പൊ അതിൻ്റെ ഒരു സർവേ എന്ന് പറഞ്ഞാൽ, അതായത് സ്ത്രീകൾ പൊതുവെ ഷെയർ ചെയ്യും കാര്യങ്ങൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, അവരുടെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വേറെ പബ്ലിസിറ്റി ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ്, മനസ്സിലായി? അപ്പൊ അവര് ഷെയർ ചെയ്തോളൂ. പക്ഷെ പുരുഷന്മാർ ഈഗോ കൊണ്ട് മാക്സിമം ഷെയർ ചെയ്യില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ ഇന്റർനാഷണൽ സർവേയിൽ മനസ്സിലാക്കിയത്, ഒരു സ്ത്രീ 58% സ്ത്രീകളും അവരുടെ കാര്യങ്ങൾ അവരുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലി 35% പുരുഷന്മാർ മാത്രമേ ഷെയറിങ് ചെയ്യുന്നുള്ളൂ. അത് തന്നെയാണ് ആത്മഹത്യ കൂടാനുള്ള മറ്റൊരു കാരണം.
കാരണം ഇത് മനസ്സിൽ കിടക്കുന്നു. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സംഭവം നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു കുറ്റമോ കുറവോ ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ നമ്മൾ പിടിച്ചു വെക്കേണ്ട യാതൊരു കാലം. പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, ഇമോഷൻസ് ഉണ്ടെങ്കിൽ ആരുടെ ഷെയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ആൾക്കാരുടെ എൻ്റെ അടുത്ത് വരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ മീ, നോ പ്രോബ്ലം. ഞാൻ എൻ്റെ സെഷനിലാണ്, ഞാൻ മൊബൈൽ സൈലന്റിലായിരിക്കും, ഞാൻ എടുക്കാറില്ല. പക്ഷെ മിസ് കോൾ കണ്ടാൽ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്. ഇപ്പൊ രാത്രി ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഒരു ക്ലൈന്റ്, ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ഒത്തിരി പാനിക് അറ്റാക്കിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് നല്ല വ്യത്യാസം വന്നു, തെറാപ്പിയിലൊക്കെ നല്ല വ്യത്യാസം വന്നു, അവർ ഓക്കെ ആയി. ഒരു ദിവസം രാത്രിയല്ല, ഏർലി മോർണിംഗ് 2 മണിക്കോ മറ്റോ ഇവര് നിവൃത്തിയില്ലാതെ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ എന്തോ ഉറക്കത്തിൽ പെട്ടെന്ന് എൻ്റെ മൊബൈൽ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത്, അപ്പൊ ഞാൻ പെട്ടെന്ന് റിംഗ് കേട്ട് നോക്കി. അപ്പൊ ഞാൻ ഉടനെ എഴുന്നേറ്റ്, ഞാൻ എന്ത് പറ്റി മാഡം? അയ്യോ സാറേ, വല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റും. ഞാൻ പറഞ്ഞു അദ്ദേഹം പറയും, ഒന്നും പറയണ്ട, നിങ്ങൾ എഴുന്നേറ്റ് വരും, ഹോളിലേക്ക് വരും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഹോളിലേക്ക് വന്ന് ഞാൻ പറഞ്ഞു വാട്സപ്പ് വീഡിയോയിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. വാട്സപ്പ് വീഡിയോയിൽ കണക്ട് ചെയ്ത് കുറച്ച് ടെക്നിക്കുകളൊക്കെ പറഞ്ഞ് ചെയ്ത് കൊടുത്ത് അവരെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അപ്പൊ അവർക്കത് പലപ്പോഴും അവരെന്നെ വിളിക്കാറില്ല, അവർ പറയാറുണ്ട് സാറിനെ എങ്ങനെ രാത്രി ബുദ്ധിമുട്ടിക്കാൻ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും നോക്കണ്ട, ഇഫ് യു നീഡ് ഇറ്റ് യു ഡെഫിനറ്റ്ലി കോൾ മീ. അപ്പൊ ഞാൻ അതിന്റെ ഒരു സപ്പോർട്ട് കൊടുത്ത് അവരെ ശരിയാക്കിയതിന് ശേഷം പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ്, കാരണം സ്വെറ്റിങ് വരുന്നു ഭയങ്കരമായിട്ട്, ഒരുപാട് പ്രശ്നങ്ങളാണ്. ഞാൻ സാറ് ചെയ്ത ടെക്നിക്കൊക്കെ ചെയ്ത് ഒരു നിവൃത്തിയില്ല, ഒന്നിലും മാറ്റം വരും. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, നേരെ ഒരു ലാബിൽ പോയി ഷുഗർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഡയബറ്റിക് ആണോ ഇല്ല, ഷുഗർ ഭയങ്കര ലോ ആയിരുന്നു, ഹൈപ്പോഗ്ലൈസേമിയ, പിന്നെ ഇത് വേർക്കാതിരിക്കും, സ്വെറ്റ് ചെയ്യാതിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം ഇതാണ്. ഞാൻ ഇവിടെ നേരെ പോയി ടെസ്റ്റ് ചെയ്തോ, ഷുഗർ അവിടെ എത്തിയിട്ട് ഉടനെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, അത് സാറിന് പറഞ്ഞ കറക്റ്റാണ്, ഭയങ്കര കുറവായിരുന്നു ഷുഗർ. അപ്പൊ അതിന്റെ പ്രശ്നമായിരുന്നു പറഞ്ഞു, വേറെ ഒന്നുമല്ല, പാനിക്കോ ഒന്നുമല്ല. അപ്പൊ ഇങ്ങനെ പലപ്പോഴും നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നമ്മുടെ മൈൻഡിനൊന്ന് അതിനെ എക്സ്പ്ലോർ ചെയ്ത് അതിനെ ഒന്ന് അൺലോക്ക് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പിനെസ്സിലൂടെ തന്നെ പോവാം. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് ജേർണി എന്ന് പറയുന്നത് 2 അക്ഷരത്തിലാണ് കിടക്കുന്നത്, അല്ലെ? ബി ആൻഡ് ഡി, ബർത്ത് ആൻഡ് ഡെത്ത്. അതാണ് നമ്മുടെ ലൈഫ് ജേർണി എന്ന് പറയുന്നത്. എന്നാൽ ഈ ബിയും ഡിയും നമ്മുടെ ആരെയും കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. somebody else is controlling that. എന്നാൽ ബിന്റെയും ഡിന്റെയും ഇടയിൽ മറ്റൊരു ലെറ്റർ ഉണ്ട്, അതെന്താണ്? സി, അല്ലെ? സി, ബി, സി, ഡി അല്ലെ? സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ചോയ്സ്. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് ചോയ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ജീവിതകാലം മൊത്തം ഞാൻ പരാതി പറഞ്ഞ് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ജീവിക്കണോ? അല്ല, ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി എന്റെ പവറിനെ യൂട്ടിലൈസ് ചെയ്ത് മുമ്പോട്ട് പോകണോ എന്ന് അബ്സല്യൂട്ട്ലി തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതിന് മറ്റുള്ളവരെ പഴിചാരിയിട്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ. അതുകൊണ്ട് തന്നെയാണ് വളരെ സൈക്കോളജിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് ഉണ്ട്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംബഡി ടു ചേഞ്ച് യുവർ ഫ്യൂച്ചർ ടേക്ക് എ ലുക്ക് ഇൻടു ദി മിറർ എന്ന് പറയാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാറ്റാൻ ആരെങ്കിലും പിന്നാലെ വരും എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൂളിഷ്. യു ജസ്റ്റ് ടേക്ക് എ ലുക്ക് ഇൻടു ദി മിറർ ആൻഡ് യു ഐഡന്റിഫൈ യുവർസെൽഫ്, ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് ഐഡന്റിഫൈ യുവർ വീക്ക്നെസ് ആൻഡ് ട്രൈ ടു അറ്റൻഡ് ദാറ്റ്, ദെൻ യു ക്യാൻ ട്രാവൽ ഫോർവേഡ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് എന്താണോ വേണ്ടത്, അപ്പൊ ആ എന്ത് വേണം എന്ന് ഞങ്ങൾ കൗൺസിലിംഗിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്, WDEP. WDEP. W എന്ന് പറഞ്ഞാൽ വാട്ട് യു വാണ്ട്, ഡി എന്ന് പറഞ്ഞാൽ വാട്ട് യു ആർ ഡൂയിങ്. എനിക്കിത് വേണം, എന്നാൽ അതിനെന്ത് ഞാൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഇ എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ, നിങ്ങളുടെ പ്രോഗ്രസ് ഇവാലുവേഷൻ. എനിക്ക് ഒരു 90% മാർക്ക് +2 വേണം, അല്ലെങ്കിൽ 90% വേണം, ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ അതിന് എന്ത് ചെയ്യുന്നു? ഞാൻ ദിവസം ഒരു 4 മണിക്കൂർ പഠിക്കുന്നു, അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിക്കുന്നു. ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ 3 മണിക്കൂർ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് 90% ആവറേജ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? P, ദാറ്റ് ഈസ് പ്ലാൻ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. അപ്പൊ ഒരു 3 മണിക്കൂറിന് പകരം 4 ആക്കുക, അല്ലെങ്കിൽ 5 ആക്കുക. അങ്ങനെ എടുത്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെയാണ് പ്രവർത്തിച്ച് കൊണ്ടുവരേണ്ടത്. അവിടെയാണ് നമ്മൾ നമ്മുടെ മൈൻഡിന്റെ പവറിനെ മനസ്സിലാക്കേണ്ടത്. ആ മൈൻഡിന്റെ പവറിനെ അൺലോക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മുമ്പോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ വന്ന വ്യക്തികളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിനും
പരിതപിച്ച് നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, റിട്ടയർ ആയി എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. കാരണം തന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് ഒരുവിധം ഒരു കണക്കിന് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിലാണ്. നമുക്ക് രണ്ട് തരം ഇന്റലിജൻസ് ഉണ്ട്, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫ്ലൂയിഡിനെ പോലെ എന്താണ് സംഭവം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ്. കാരണം അവർക്ക് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആവാനും ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകാനും കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ. കാരണം അവർക്ക് ഇതെന്താണ് എന്ന് ശരിക്കും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവിടെ ഫ്ലൂയിഡ്, പക്ഷേ കുറച്ച് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ അത് ക്രിസ്റ്റലൈസ് ആക്കുന്നത് വരുമ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു 40, 45, 50 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇന്റലിജൻസ് ഒരു ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആവും. കാരണം ബിക്കോസ് യു ഹാവ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. ഒരുപാട് ലൈഫിന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മുടെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഒരു പിന്നെ അത് കുറെ ഏജ് കഴിയുമ്പോൾ ഒരു 75 അങ്ങോട്ട് 70 കഴിയുമ്പോൾ വീണ്ടും ക്രിസ്റ്റലൈസ്ഡ് മാറി വീണ്ടും ഫ്ലൂയിഡിലേക്ക് വരും. ശരിക്കും അങ്ങനെയാണ് അതിന്റെ ആ സൈക്കോളജിയുടെ കണക്ക് അങ്ങനെയാണ്. അപ്പൊ വീണ്ടും നമ്മളവിടെ കുറച്ച് കുട്ടികളുടെ, നിങ്ങൾ പറഞ്ഞില്ലേ കുട്ടികൾക്ക് മനസ്സിലാണെന്നൊക്കെ പറയുന്നില്ലേ, ദാറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ ആ ഒരു ക്രിസ്റ്റലൈസ് ഇന്റലിജൻസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അല്ലാതെ നമ്മൾ റിട്ടയർ ആയി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരിഭവത്തോടെ നമ്മൾ മുമ്പോട്ട് ജീവിക്കുകയല്ല വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കൊച്ചുമക്കളുണ്ടാവാം, നിങ്ങളുടെ മക്കളുണ്ടാവാം, അവരെ നേരായ വഴിയിലേക്ക് അവർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ ഒന്ന് വികസിപ്പിച്ചെടുക്കാനും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കോ കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മൈൻഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അതിനേക്കാളും കൂടുതൽ അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ലവ് ആൻഡ് അഫെക്ഷൻ, അതൊക്കെയാണ് നമ്മൾ പൊതുവെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു തരത്തിലായിരിക്കണം നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം. നിങ്ങൾ പോയായിരിക്കുമോ നമ്മളൊക്കെ പിന്നെ ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾക്ക് ഓൾറെഡി അങ്ങ് എത്തിയതാണ് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല, നമ്മുടെ ലൈഫ് അങ്ങനെയല്ല പോകുന്നത്. കേട്ടോ, ഞാനതുകൊണ്ടാണ് എന്നോട് പല ആൾക്കാരും എൻ്റെ സ്റ്റുഡൻസ് സാർ എങ്ങനെ ഇത്ര ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നത് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഈ രാവിലെ മുതൽ ഭയങ്കര എനർജറ്റിക് ആണ്. എൻ്റെ സെന്റർ ക്ലയന്റ് ഇത് അത് പഠനം ക്ലാസ് ഇതൊക്കെ. അപ്പൊ ഇതെങ്ങനെ ഇത്രമാത്രം ആക്റ്റീവായിട്ട് സാറിന് ഇരിക്കാൻ പറ്റുന്നു ഇത്രയൊക്കെ? ഐ ആം ഡൂയിങ് സംതിങ് ഫോർ ദാറ്റ്. എൻ്റെ മൈൻഡിനെ ക്ലീൻ ചെയ്യാൻ, എൻ്റെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യാൻ ഞാൻ ഡെയിലി 1 hour, 1.5 hour, 2 hours ഉപയോഗിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ കൗൺസിലിംഗിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന എല്ലാ നെഗറ്റീവും എൻ്റെ അബ്സോർവ് ആവുന്നുണ്ട്. അവിടെയാണ് പൊതുവെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലേഴ്സിന് വികാരിയസ് ട്രോമ എന്ന് പറയുന്ന ഒരു ട്രോമയുണ്ട്. വികാരിയസ് ട്രോമ, മറ്റുള്ളവരുടെ ട്രോമ നമ്മളിലേക്ക് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ യു ഹാവ് ടു ഡു സം ക്ലെൻസിങ് പ്രോസസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേക്കും. ഞാൻ രാവിലെ ഏകദേശം 5 മണിക്ക് എഴുന്നേക്കുന്ന ഒരു വ്യക്തിയാണ് അന്നും ഇന്നും. 5 മണി എന്ന് പറഞ്ഞാൽ മിക്കവാറും 5 മണിക്ക് ഞാൻ 5:30 ഞാൻ എഴുന്നേക്കും. ആ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡേ തുടങ്ങുക. അപ്പൊ ഞാൻ രാവിലെ ഞാൻ തന്നെ ചായ ഉണ്ടാക്കും, കുടിക്കും. വൈകി ഉറങ്ങുകയാണെങ്കിൽ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. ഒരു ചായ ഞാൻ ഉണ്ടാക്കും, ഒരു ചായ അവർക്ക് ഉണ്ടാക്കി അവിടെ വെക്കും. അപ്പൊ 2 ചായ ഉണ്ടാക്കി അവിടെ ഞാൻ എൻ്റെ ചായ കുടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ അവർ കുടിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ സ്ട്രോങ് ചായ കുടിക്കുന്നവരാണ്. എനിക്ക് നല്ല സ്ട്രോങ് വേണം. അവർക്കാണെങ്കിൽ ഭയങ്കര ലൈറ്റ് ചായ മതി. അപ്പൊ പലപ്പോഴും എന്നോട് ചിലപ്പോൾ എന്നോട് ഉറക്കാത്ത പോലെ എനിക്ക് ചായ ഉണ്ടാക്കണം. ഓക്കെ ശരി, എന്നാ പറ്റി വേണ്ട. കാരണം എൻ്റെ ചായ ചിലപ്പോൾ അവർ കുടിക്കുക, ഞാൻ നല്ല സ്ട്രോങ്. അപ്പൊ രാവിലെ ഞാൻ എന്തായാലും 2 ചായ ഉണ്ടാക്കും, ഞാൻ കുടിക്കും, വൈപ്പിനാട് വെക്കും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജിമ്മിൽ പോകുന്ന പരിപാടിയായി. ഞാൻ 1 മണിക്കൂർ ജിമ്മിൽ പോയി. അത് കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ 4 ബ്രീതിങ് എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞ് 3-4 യോഗാസനം. ഞാൻ 4 വർഷം യോഗ പഠിച്ചൊരു വ്യക്തിയാണ്. ഒരു 4 യോഗാസനം ഞാൻ എനിക്ക് പറ്റുന്ന പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഇതിന് ഞാൻ എൻ്റെ സെൻട്രൽ ഓഫീസിൽ വന്നിട്ട് ഞാൻ ഒരു 1/2 മണിക്കൂർ രാവിലെ തന്നെ എൻ്റെ കമ്പ്യൂട്ടറിൽ ഏകദേശം ഒരു 10-700 സൈക്കോളജി ബുക്ക് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ബുക്ക് റാൻഡമിൽ തുറക്കും, അതിന്റെ ഏതെങ്കിലും ഒരു പേജ് റാൻഡമിൽ തുറക്കും, അതങ്ങ് വായിക്കും ഒരു 1/2 മണിക്കൂർ. കാരണം എന്തിനാണ് ഞാൻ അത് ചെയ്യുന്നത് അറിയാം? കാരണം എൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ബിക്കോസ് ഐ വാണ്ട് മൈ ബ്രെയിൻ ടു ആക്ടിവേറ്റ്. നമ്മൾ വയസ്സാകുമ്പോൾ എന്തുകൊണ്ടാണ് ഹൽഷിനീസും ഡിമെൻഷ്യയും ഒക്കെ വരുന്നതെന്ന് ചോദിച്ചാൽ ബ്രെയിൻ ഫോഗിങ് അല്ലെങ്കിൽ ബ്രെയിൻ ക്ലൗഡിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിനിൽ. അത് നിങ്ങൾക്ക് തടയാനോ നിങ്ങൾക്ക് മാറ്റി വെക്കാനോ പറ്റില്ല. അത് ഏത് റിലേറ്റഡ് ഡീജനറേഷൻ ആണ്. നമ്മുടെ ബ്രെയിൻ മാറ്റർ, വൈറ്റ് മാറ്റർ ഡീജനറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും.
പക്ഷേ അതിനെ നമുക്ക് ഡിലേ ചെയ്യാം, അതിനെ നമുക്ക് കുറച്ചും കൂടി ആക്കി എടുക്കാൻ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഏറ്റവും നല്ലത് രാവിലെ നിങ്ങൾ എടുത്തിട്ട് ഈ മനോരമയും മാതൃഭൂമിയും മറ്റേ അവിടെ കത്തിക്കുത്തും ഇവിടെ കത്തിക്കുത്തും വായിക്കുന്നതിന് പകരം കുറച്ച് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ന്യൂറോൺസ് ഓരോ സെക്കൻഡിലും ന്യൂറോൺസ് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന് പകരം പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പുതിയ കാര്യങ്ങൾ. അപ്പൊ വയസ്സായി, ഓക്കെ, ഇപ്പൊ ശരി കന്നഡ ലാംഗ്വേജ് പഠിച്ചു കളയാം, ഒരു കന്നഡ പുസ്തകം വായിക്കാം, രാവിലെ എന്തെങ്കിലും 2-3 പേജ് വായിക്കാം, അത് നല്ലതാണ് ബ്രെയിൻ. യുവർ ബ്രെയിൻ വിൽ ആക്ടിവേറ്റ്. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ ബ്രെയിനിന് വേണ്ടുന്ന കാര്യങ്ങൾ സ്ലോലി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ എക്സസ് ചെയ്യുന്നത്, ഞാൻ ഈ ഫീൽഡിൽ അഡ്വാൻസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്താൽ. അപ്പൊ ഞാൻ എപ്പോഴും രാവിലെ, അതുകൊണ്ട് ഞാൻ എന്റെ ക്ലിനിക്ക് നേരത്തെ 9 മണിക്കാണ് തുറക്കാറ്. ഇപ്പൊ ഞാനത് 10 മണിക്ക് ആദ്യത്തെ സെഷൻ എടുക്കാറുള്ളൂ, കാരണം രാവിലെ എനിക്ക് സമയം പോകും. അപ്പൊ ഞാൻ നേരത്തെ നോക്കിയാൽ 9 മണിക്ക് പറ്റുന്നില്ല, കാരണം ഇതെല്ലാം എനിക്ക് ചെയ്തു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഗുളിയൊക്കെ കഴിഞ്ഞ് എന്റെ സെന്ററിലേക്ക്. അപ്പൊ ഞാൻ 10 മണിക്ക് ഫസ്റ്റ് സെഷൻ അപ്പോയിന്റ്മെന്റ് കൊടുക്കാറുള്ളൂ. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കും. പിന്നെ ഞാൻ വരുന്ന ക്ലയന്റ് തെറാപ്പിക്ക് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തു കൊടുക്കും. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ബോഡിയെയും എന്റെ മൈൻഡിനെയും ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എനർജി എന്റെ ബ്രെയിനിന് എപ്പോഴും ഒരു പുതിയ ഒരു വേവ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും. കാരണം എനിക്ക് നല്ല മെമ്മറി പവറുമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഈ എക്സസൈസ് കൊണ്ടാണ്. എന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് റെയിൽവേയിൽ റിട്ടയർഡ് ആയ ഒരു പാലക്കാട്ടുകാരൻ, ഒരു മലയാളി തന്നെ എൻ്റെ അടുത്ത് 74 വയസ്സെന്ന് വിളിക്കും. 74 വയസ്സിൽ അദ്ദേഹം കൊണ്ട് മകൻ തോന്നും. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല. പള്ളിക്ക് ഭയങ്കര മറവിയാണ്. ഞാൻ സാറേ കുഴപ്പമില്ല, 74 വയസ്സായില്ലേ, നോ ഇഷ്യൂ, നോ പ്രോബ്ലം, നമുക്ക് ശരിയാക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ, ഒരു 24 hours റീകളക്ടിങ് മെമ്മറി എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ആക്ച്വലി പറഞ്ഞ ഡോക്ടർ ദീപക് ചോപ്രയുടെ ഒരു ടെക്നിക്കാണ്. അതായത് ഇന്ന് നമ്മൾ ഇരുന്നിട്ട് ഇന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സമയം 1 മണി എന്ന് പറയുമ്പോൾ ഇന്നലെ 1 മണി മുതൽ ഇന്ന് 1 മണി വരെ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളെ ഒന്ന് റീകളക്ട് ചെയ്യുക. കണ്ണടച്ചതിന് ശേഷം പറ്റുന്നത് മതി, 5-6 ഇതിങ്ങനെ റീകളക്ട് ചെയ്ത് വന്ന് അതൊരു കണ്ടൻസ് ഒരു 1 month 2 months പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെമ്മറി പവർ ഇമ്പ്രൂവ് ആവും ഓട്ടോമാറ്റിക്കലി. കാരണം നിങ്ങൾക്ക് മറവി കുറഞ്ഞു വരും. അദ്ദേഹത്തിന് നല്ല വ്യത്യാസം വന്നു. 1 മാസം 2 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിച്ചു, സാറിന്റെ ടെക്നിക്ക് നന്നായിട്ട് വർക്കായി, ഇപ്പൊ നാട്ടിൽ നല്ല ഇതാണ്, എന്ത് പറഞ്ഞാലും ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഉടനെ മറക്കും, ആകെ പ്രശ്നമാണ്. അപ്പൊ ഇത് നമുക്ക് വയസ്സാകുമ്പോ ഏജ് ആകുമ്പോ നമുക്ക് സംഭവിക്കുന്നത് തന്നെയാണ്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതിനെ നമ്മൾ പരാതിപ്പെട്ടിരുന്ന കാര്യമില്ല. പക്ഷെ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കതിനെ കുറച്ചും കൂടി ഡിലേ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാതെ ലേസിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിനും ഒരു പരിഹാരമല്ല. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കുറച്ചും കൂടെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിലും നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും നിങ്ങളുടെ കൊച്ചുമക്കൾക്കാണെങ്കിലും അവരുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് അവർക്ക് സഹായം ചെയ്യാൻ പറ്റുകയാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. ആ ഒരു ഇതിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്നോടുമായിട്ട് എന്തെങ്കിലും ആ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും.